ദൈവജനമേ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എന്ന ക്രിസ്തുവിൻ്റെ വചനം മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ദുഃഖത്തിൻ്റെ ആശ്വാസം നമുക്ക് നൽകുന്നു. ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നാണ്. മരിച്ചവരിലുള്ള നമ്മുടെ പ്രത്യാശയും ദൈവം അവരെ ഒരിക്കലും കൈവിടില്ലെന്ന ഉറപ്പുമാണ് ഈ വചനങ്ങളുടെ അന്തസത്ത. ഇന്നത്തെ പാപപങ്കിലമായ നമ്മുടെ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ പാപം പല രൂപങ്ങളിൽ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ സുവിശേഷം നമ്മെ പാപത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുകയും ദൈവഹിതം നിറവേറ്റുന്നതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനങ്ങളിൽ നിഴലിക്കുന്നു. നമ്മുടെ ഇഹലോക ജീവിതം നശ്വരമാണെന്നും എപ്പോഴും ദൈവത്തിന് മുൻപിൽ നിൽക്കാൻ നാം തയ്യാറായിരിക്കണമെന്നും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഈ വചനങ്ങൾ നമുക്ക് വലിയൊരു പ്രത്യാശയെ നൽകുന്നു. നമ്മൾ സ്നേഹിച്ചവരും മരിച്ചു പോയവരുമായ എല്ലാവരെയും കർത്താവായ യേശു അവസാന ദിവസം ഉയർപ്പിക്കുമെന്ന ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും ആശ്വാസവും നിറയുന്നു. നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ലെന്നും നമ്മെ തൻ്റെ രാജ്യത്തിൽ ചേർക്കുമെന്നും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്കായി, നമ്മളുടെ പിതാമഹന്മാർക്കായി, നമ്മളുടെ ചുറ്റുമുള്ളവർക്കായി പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യാം.